വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഒരു മണ്ഡലകാലം കൂടി ഇന്ന് വൃശ്ചികം 1. ഇനി പ്രഭാതങ്ങൾക്കും ശരണം വിളിയുടെ ശംഖൊലികളായിരിക്കും. ഭക്തിസാന്ദ്രമായ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ഈ മണ്ഡലകാലത്തിന് ഇന്ന് ആരംഭം കുറിക്കുകയാണ്. കലിയുഗ വരദനായ ശ്രീധർമ്മശാസ്താവിൻ്റെ പുണ്യദർശനം തേടാൻ വ്രതമെടുത്ത് മല ചവിട്ടാൻ തയ്യാറെടുക്കുകയാണ് ഓരോ ഭക്തരും. നാം ആരെ കാണാനായി പോകുന്നുവോ അത് നാം തന്നെയാണ് എന്ന പ്രപഞ്ച സത്യം തേടിയുള്ള പ്രയാണമായിരിക്കും ഇനിയുള്ള 41 നാളുകൾ. ശബരിമലയിൽ നിന്ന് അരുൺ കൊടുങ്ങൂരും മിഥുൻ മുരളിയും ചേർന്നുണ്ട്. രണ്ടുപേർക്കും സ്വാഗതം. വളരെ മനോഹരമായൊരു പ്രഭാതം ആശംസിക്കുകയാണ്. ഇതിൽ പരം എന്ത് പുണ്യം അരുണേ, മിഥുനെ, തിരക്ക് എത്രത്തോളം ഉണ്ട്? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് ഇവിടെ തുടക്കമായിരിക്കുകയാണ്. അയ്യൻ്റെ പൂങ്കാവനം ഒന്നാകെ അങ്ങ് ശരണം വിളികളാൽ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക്, എല്ലാ ഇടങ്ങളും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷം, എല്ലാ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ശബരിമല സന്നിധാനം ഒന്നാകെ എത്തുന്ന ആ ഒരു സാഹചര്യം അത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എല്ലാ ഇടങ്ങളും നമുക്കറിയാം, ഇന്നലെയൊക്കെ നമ്മൾ രാവിലെ വന്നപ്പോൾ ഉണ്ടായിരുന്ന അന്തരീക്ഷം അത് മാറി എല്ലായിടങ്ങളും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സാഹചര്യം അല്ലേ? ഇന്നലെ തീർത്തും ശാന്തമായിരുന്ന ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഭക്തസഹസ്രങ്ങൾ, ഭക്തലക്ഷങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. ഭക്തജനപ്രവാഹം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നമ്മൾ ആ ഒരു ഞൊടിയിടയിൽ കാണുകയാണ്. തീർച്ചയായും അത് തന്നെയാണ്. എല്ലാ ഇടങ്ങളും അങ്ങ് ഭക്തരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു വികസനം അത് തന്നെയാണ് ഇവിടെ ഇപ്പോഴും പ്രതിസന്ധിയായി, പ്രശ്നമായി, വിലങ്ങുതടിയായി നിൽക്കുന്നത്. ആ ഒരു പ്രശ്നത്തിന് ഇതുവരെയും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വലിയ രീതിയിലുള്ള അണമുറിയാത്ത ഒരു ഭക്തജന പ്രവാഹം തന്നെയാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന ആ ഒരു സമയത്ത് പോലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ എത്രത്തോളം പരാജയമാണ് നമ്മുടെ സംവിധാനമെന്ന് അത് ഓരോ നിമിഷവും വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ നിന്നും കാണാനാകുന്നത്. ലൈറ്റ് സജ്ജീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നലെ നിരവധി ഭക്തജനങ്ങളാണ് പരാതി ഉന്നയിച്ചത്. അത് ശരംകുത്തി മുതലുള്ള ഭാഗങ്ങൾ ഒരുപാട് ഭക്തജനങ്ങൾ എത്തിയ ഒരു ദിവസമായിരുന്നു. കുട്ടികളടക്കം ഇന്നലെ എത്തി അവിടെ കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ മരക്കൂട്ടം മുതൽ ശരംകുത്തി ആ ഭാഗത്ത് ലൈറ്റ് സംവിധാനം, വെളിച്ചം ഒരുക്കുന്നതിൽ വലിയ വീഴ്ച, ആദ്യ ദിവസം തന്നെ മുന്നൊരുക്കങ്ങളെല്ലാം പാളി എന്നതിൻ്റെ ഒരു ഉദാഹരണമായി മാറുകയായിരുന്നു ഇന്നലെ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഈ പരാതി. ശരംകുത്തിയിൽ നിന്നും ഭക്തജനങ്ങളെ വഴിതിരിച്ചുവിടുന്ന ഭാഗം പ്രധാനമായും ഈ എഴുന്നള്ളത്തൊക്കെ നടക്കുന്ന അങ്ങോട്ടേക്കുള്ള ആ വഴിയാണ്. ആ വഴിയിലാണ് പ്രധാനപ്പെട്ട ഭാഗത്താണ് ഈ ലൈറ്റ് സജ്ജീകരണം ഒരുക്കുന്നതിൽ KSEBിക്കും സർക്കാരിനും ദേവസ്വം ബോർഡിനുമൊക്കെ വലിയ വീഴ്ച സംഭവിച്ചത്. കുട്ടികളടക്കം കടന്നു വരുന്ന വളരെ കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട ഒരു ഭാഗമൊക്കെ ആയിരുന്നു അത്. അവിടെ വഴിവിളക്കുകളൊന്നും തെളിയിച്ചിട്ടില്ല, അവിടെ വഴിവിളക്ക് സജ്ജീകരണം ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു വീഴ്ച. മാത്രമല്ല അവിടെ കുടിവെള്ള സൗകര്യവും ഒന്നും, അവിടെ കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു. പക്ഷെ അവിടെ കുടിവെള്ള സൗകര്യം പോലും ഒരുക്കിയിട്ടില്ല എന്നുള്ളതും ഭക്തരൊക്കെ ചോദിക്കുന്ന പോലെ ഇന്നലെയാണോ തീർത്ഥാടന കാലം ആരംഭിക്കുക നിങ്ങൾ അറിഞ്ഞത്? അത് തന്നെയാണ് ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും ഒക്കെ തന്നെ ചോദിക്കാനുള്ളത്. എന്തായാലും ഈ മാധ്യമങ്ങൾക്കടക്കം കർശനമായ ഒരു നിയന്ത്രണം കൂടിയാണ് ഇക്കുറി സന്നിധാനത്തുള്ളത്. സ്വാഭാവിക ദൃശ്യങ്ങളൊന്നും തന്നെ എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു കൃത്യമായ ഒരു നിർദ്ദേശമാണ് നൽകിയിരുന്നത്. നമുക്ക് ഇവിടെ വരെ മാത്രമാണ് നിലവിലെത്താൻ പറ്റുന്നത്. ഫ്ലൈ ഓവറിന് തൊട്ട് ഇപ്പുറത്ത് തിരുമുറ്റത്ത് മാത്രമാണ് ഈ മാധ്യമങ്ങൾക്ക് എത്താൻ പറ്റുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുകയും ചെയ്തിട്ട്. എന്തായാലും സന്നിധാനത്തു നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിഥി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിലാണ് നമുക്കൊപ്പം ചേരുന്നത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ലൈവത്തോണിൽ കൃത്യമായി തന്നെ അയ്യപ്പന്മാർക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അത് കൃത്യമായി തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതൊക്കെ തന്നെ പ്രായോഗിക തലത്തിൽ എടുത്തിരുന്നെങ്കിലും ഈ അവസാന നിമിഷം എടുത്തിരുന്നെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം കാണാമായിരുന്നു. അങ്ങ് വന്ന വഴിയിൽ കണ്ട പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഭക്തരെ ദ്രോഹിക്കുന്ന നടപടികൾ, ആ കാര്യങ്ങളൊന്നും പറയും. സ്വാമിയെ ശരണമയ്യപ്പ. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ ഒരു മണ്ഡല വ്രതക്കാലം ഇന്ന് ആരംഭിക്കുകയാണ്.
പക്ഷേ യാതൊരുവിധമായ അടിസ്ഥാന സൗകര്യങ്ങളും നാളിതുവരെ ഒരുക്കിയിട്ടില്ല എന്നുള്ള വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ്. ഇന്നലെ ഞങ്ങൾ പമ്പയിൽ നിന്ന് കയറി വന്നപ്പോൾ കണ്ട കാഴ്ച, മലയാളികളായിട്ടുള്ള ഭക്തജനങ്ങൾ പോകട്ടെ, അവർ ആതിഥേയരാണ്. പക്ഷേ അന്യസംസ്ഥാനത്തു നിന്ന് വന്ന അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ധാരാളം ബുദ്ധിമുട്ടുകളാണ്. പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനൊക്കാത്ത രീതിയിൽ, അതുപോലെ തന്നെ പല പണികളും പൂർത്തിയാക്കാത്തതുകൊണ്ട് പണിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നിരത്തിയിട്ടിരിക്കുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നിരത്തിയിട്ടിരിക്കുമ്പോൾ രാത്രിയുടെ മറവിൽ അത് തട്ടി താഴെ വീഴുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള വ്യക്തികൾ കിടക്കുന്നതിൻ്റെ സമീപത്ത് തന്നെയാണ് അവർ മൂത്രമൊഴിക്കുന്നത് തന്നെ. അത് കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നുകയാണ്. കാരണം അവരെ ഈ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി മറയ്ക്കാനുള്ള സമയമാണ് അവരെടുത്തുകൊണ്ടിരുന്നത്. അവരിവിടുത്തെ വികസന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് പണം കൊയ്യുക, CPM-നെ സംബന്ധിച്ചിടത്തോളം, ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം റിസർവ് ബാങ്കാണ് ശബരിമല എന്ന് പറയുന്നത്. അതിനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുമ്പോൾ അയ്യപ്പ ഭക്തന്മാരൊക്കെ അവർക്ക് രണ്ടാംകിടയാണ്. കാരണം അയ്യപ്പ ഭക്തന്മാർ എന്ത് ബുദ്ധിമുട്ട് സഹിച്ചും എന്ത് ത്യാഗം സഹിച്ചും സന്നിധാനത്ത് വന്ന അയ്യപ്പസ്വാമിയെ കാണും. ഞങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് അവർക്കറിയാം. ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ഭാഗത്തുനിന്ന് ഈ അനാസ്ഥ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രോപ്പറായ കുടിവെള്ള വിതരണം നടക്കുന്നില്ല, ടോയ്ലറ്റ് സംവിധാനങ്ങളില്ല, വിരിവെക്കുന്ന സ്ഥലത്തെല്ലാം വൃത്തിഹീനമായുള്ള സാഹചര്യമാണ്. നമ്മുടെ ജനം TV ഉൾപ്പെടെയുള്ള എത്രയോ നാളായി പല വികസന കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു, പല കാര്യങ്ങളെ പറ്റിയുമുള്ള നിർദ്ദേശങ്ങൾ വെക്കുന്നു. പക്ഷെ ഇതൊക്കെ ബദിരകർണങ്ങളിൽ പതിക്കുന്ന ഒരു കാഴ്ചയാണ് എന്നുള്ളത് വളരെ സങ്കടകരമാണ്, ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഏതായാലും ഇന്നൊരു ദിവസം ആകുന്നേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചില്ല എങ്കിൽ ഇനി ഈ തീർത്ഥാടന കാലം എന്ന് പറയുമ്പോൾ വളരെ ദുരിതം നിറഞ്ഞൊരു തീർത്ഥാടന കാലമായിരിക്കും. ഒരു നിസ്സാരമായ ഒരു സംശയം, കോടിക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലമാണ്. 2 മാസം നീളുന്നതാണ് മണ്ഡലകാലം എന്ന് ഇന്നലെയോ മിനിങ്ങാന്നോ പ്രഖ്യാപിച്ചതല്ല. ഇന്നലെ നട തുറക്കുമെന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് പ്രഖ്യാപിച്ചതല്ല. അത് കൃത്യമായി അറിയായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ നടപടി എടുത്തില്ല? അല്ലെങ്കിൽ വേറെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ എത്ര കഠിനമായും ഇവിടേക്ക് സന്നിധിയിലേക്ക് എത്തും, അത് ഭഗവാനെ ഒന്ന് കാണുക, ആ ഭഗവാന്റെ തിരുമുന്നിൽ ഒന്ന് നിൽക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടെ, അതിന് എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്ന് വരും, പരാതികളൊന്നും പറയാതെ വരും. പക്ഷേ ഭക്തരോട് അടിസ്ഥാനപരമായി കാണിക്കേണ്ട ഒരു മര്യാദയെങ്കിലും കാണിക്കേണ്ടതല്ലേ? ഈ ദേവസ്വം ബോർഡ് ഒരു മര്യാദ ഒരു കാര്യത്തിലും ചെയ്യാറില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്ന് പറയുന്ന അവരുടെ ഒരു കറവപ്പശുവാണ്. അഴിമതി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി ഇന്ന് ശബരിമല തീർത്ഥാടന കാലത്തിന് ഉപയോഗിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് ഇവിടെ വരുന്നത്. അവരോട് യാതൊരുവിധമായ അഭിപ്രായവും ചോദിക്കാറില്ല. ചില ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള വികസന പ്രവർത്തനവും അടിസ്ഥാന സൗകര്യ വികസനവുമാണ് നടക്കുന്നത്. അത് സാധാരണക്കാരനായ അയ്യപ്പ ഭക്തന്റെ കാഴ്ചപ്പാടിൽ കൂടി കണ്ടുകൊണ്ട് ഒരു വികസന പരിപാടിയും അല്ലെങ്കിൽ അവർക്ക് വേണ്ട പ്രാഥമിക കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയ്യപ്പ ഭക്തന്മാർക്ക് ചെറിയ സൗകര്യങ്ങൾ മതി. കുടിവെള്ളമായിക്കൊള്ള പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള അതുപോലും ചെയ്തു കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അത് വളരെ ദ്രോഹകരമാണ്, വളരെ സങ്കടകരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ ഒരു നടപടിക്രമങ്ങൾ ചെയ്തിരുന്നു. അങ്ങ് ഓർക്കുന്നില്ലേ, അങ്ങ് പമ്പയിൽ ഇന്നലെ അതിൻ്റെ കണക്ക് ജനം TV പുറത്തു വിട്ടിരുന്നു. 5 കോടി രൂപയാണ് ചിലവ്. അതിൻ്റെ പകുതി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഭക്തർക്ക് എത്ര മാത്രം, ഒന്നുമില്ലെങ്കിൽ കുറച്ച് ശൗചാലയങ്ങളെങ്കിലും ഭക്തർക്ക് നിർമ്മിക്കാനാകില്ലായിരുന്നു. അതെ, അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം പമ്പയിൽ നടന്നിരുന്ന ആഗോള അയ്യപ്പ സംഗമമല്ല, ആഗോള നിക്ഷേപക സംഗമമായിരുന്നു. പക്ഷെ നയാ പൈസ പോലും നിക്ഷേപമായി കിട്ടിയില്ല എന്നുള്ളത് പോട്ട്, ശബരിമലയുടെ ഒരു വികസനവുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യം നടന്നില്ല എന്ന് പോട്ടെ, അതിൻ്റെ മറവിലെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പുമാണ് നടന്നിരിക്കുന്നത്. 5 കോടി രൂപ ആർക്കാ കൊടുത്ത്? ഊരാളുങ്കൽ സൊസൈറ്റി പോലെയുള്ള ഇടതുപക്ഷവുമായി അടുത്ത് നിൽക്കുന്ന മുതലാളിമാർക്കും സഹകരണ പ്രസ്ഥാനങ്ങൾക്കും ഈ പൈസ കൊടുക്കുകയായിരുന്നു. അതിനകത്തെ ചെറിയ വീതം, താങ്കൾ സൂചിപ്പിച്ച പോലെ 5 കോടിയിൽ 1 കോടി രൂപ മുടക്കിയിരുന്ന മതിയായിട്ടുള്ള ടോയ്ലറ്റ് ബ്ലോക്കുകളും സംവിധാനങ്ങളും ഒരുക്കാൻ സാധിക്കുമായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ സങ്കടകരമാണ്. അയ്യപ്പ ഭക്തന്മാർക്ക് അതികഠിനമായിട്ടുള്ളൊരു മണ്ഡലകാലമായിരിക്കും ഈ വർഷം ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ഇന്നത്തെ ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇന്നലെ വിരിവെച്ച് കിടക്കുകയല്ല, വഴി കിടക്കുകയാണ്. ആ വഴിയിൽ കിടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്തൂടെ ട്രാക്ടർ പോകുന്നു. ഞാൻ കണ്ട കാഴ്ചയാണ്, പാമ്പിറങ്ങുന്നു. ഒരു രാജവെമ്പാല പോലുള്ളൊരു പാമ്പ് ആൾക്കാരുടെ ഇടയിലേക്ക് എഴഞ്ഞു വരുന്നൊരു കാഴ്ച കണ്ടു. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഹിന്ദുക്കളുടെ കാര്യത്തിൽ എന്ത് തോന്നിവാസവും കാണിക്കുക. ഹജ്ജ് തീർത്ഥാടകർക്ക് സബ്സിഡി കൊടുക്കുമ്പോൾ 7 സ്ഥലങ്ങളിലാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ അവരുടെ സംവിധാനങ്ങൾ ഒരുക്കി അയ്യപ്പന്മാരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. അതാണ് ഹിന്ദുവിൻ്റെ മണ്ടയ്ക്കെല്ലാം കാണിക്കാം, ന്യൂനപക്ഷങ്ങളുടെ എന്തും കാണിച്ചു കൊടുക്കുക, അവർക്ക് എന്ത് ഗുണകരമായിട്ടുള്ള കാര്യം ചെയ്യും. ഹിന്ദുവിൻ്റെ മണ്ഡലത്തിലോട്ട് എല്ലാം കയറുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്.
വളരെയധികം നന്ദി ഈ ഒരു വാർത്താ പുലരിയിൽ നമുക്കൊപ്പം ചേർന്ന്. എന്തായാലും വരും ദിവസങ്ങളിൽ ഓരോ പ്രശ്നങ്ങളിൽ അത് അങ്ങയുടെ പ്രതികരണം കൂടി നമ്മൾ എടുക്കും. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ച് വന്നതുപോലെ മിഥുനായിരുന്നു ഇന്നലെ ആ തീർത്ഥാടന പാതയിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കൃത്യമായി തന്നെ പറഞ്ഞു. അത് പറഞ്ഞ് വരുന്നതിനിടയിലായിരുന്നു അതിഥി കൂടി എത്തിയത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ അത് ഏറെ മുൻകൂട്ടി തന്നെ ചെയ്യേണ്ട ആ നടപടിക്രമങ്ങൾ, പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു അനാസ, അത് തന്നെയാണ് അദ്ദേഹവും ചോദിച്ചത്. പക്ഷേ ഈ അധികൃതരുടെ മുന്നിൽ ചൂണ്ടിക്കാട്ടുന്നു, അതുപോലെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറയുന്നു. പക്ഷേ ഇത് ചൂണ്ടിക്കാട്ടുമ്പോൾ മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു അല്ലേ? ഈ തീർത്ഥാടന കാലത്തിന് തൊട്ട് മുമ്പുള്ള ദിവസം എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, എന്തൊക്കെയോ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നു. അതല്ലല്ലോ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ മണ്ഡലകാലം എപ്പോഴാണ് തുടങ്ങുന്നതിന് ഒരു വർഷം മുൻപേ അറിയാം, അടുത്ത മണ്ഡലകാലം എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് ഇപ്പോഴേ അറിയാം. എന്തുകൊണ്ട് ആ മുന്നൊരുക്കങ്ങൾ തയ്യാറാക്കുന്നില്ല? അതിന് വേണ്ട ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കൃത്യമായി നടപ്പാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ തന്നെ സർക്കാരായിട്ട് മനുഷ്യ നിർമ്മിതമായിട്ട് ഉണ്ടാക്കി വെക്കുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്നതാണ് ഏറ്റവും വലിയ പ്രയാസമായിട്ട് ഭക്തജനങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് അത് കാണുമ്പോൾ തോന്നുന്നത്. ചോദിക്കൂ പമ്പാ സംഗമത്തിൽ ഒഴുക്കിയ കോടികൾ കൊണ്ട് എന്ത് പരിഹാരം, എന്തുണ്ടായി, ഭക്തർക്ക് എന്ത് ഗുണമുണ്ടായി? ചോദിക്കൂ. തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ഇന്നലെ ചോദിച്ചുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിലാണ് അനിൽ വിളയിൽ അല്പസമയങ്ങൾക്ക് മുമ്പ് മറുപടി നൽകിയത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, അതിൽ 5 കോടി രൂപ ഇപ്പോൾ ഔദ്യോഗികമായി ലഭിച്ച കണക്ക് പ്രകാരം, ആ കണക്ക് ഇനിയും വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ്. പക്ഷേ 5 കോടി രൂപയിൽ അതിൽ 1% അല്ലെങ്കിൽ 1 കോടി രൂപ മാറ്റിവെച്ചിരുന്നുവെങ്കിൽ, ശബരിമലയുടെ വികസനത്തിന് മാറ്റിവെച്ചിരുന്നുവെങ്കിൽ, മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ചിരുന്നുവെങ്കിൽ ഈ വാർത്തകളൊന്നും തന്നെ നമുക്ക് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിരുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിസന്ധികളിലൂടെ മാത്രം ഓരോ തീർത്ഥാടന കാലവും മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥയിലേക്ക് കേവലം അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും ഒരുക്കുക എന്നുള്ള ഒരു ആവശ്യം അത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇടത്താവളങ്ങളിലാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ആ ഇടത്താവളങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, ആ നട തുറക്കുന്ന ആ ഒരു ആദ്യ ദിവസം തന്നെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ. അത് നിലയ്ക്കലെ ബുദ്ധിമുട്ടുണ്ട്, അതോടൊപ്പം തന്നെ പമ്പയിലെ ബുദ്ധിമുട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഒന്ന് നോക്കിയാൽ മതിയല്ലോ. ഇപ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്ന ആദ്യ ദിവസം തന്നെ. പക്ഷേ പ്രാഥമിക സൗകര്യങ്ങൾക്ക് വേണ്ടി അലഞ്ഞു നടക്കുന്ന, തേടി നടക്കുന്ന ഭക്തജനങ്ങളെ നമ്മൾ കാണുന്നത്. അതിനുള്ള സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിരിവെക്കുന്നതിനുള്ള സൗകര്യം, താഴേക്കൊന്ന് വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ മതി, വിരിവെക്കുന്നതിനുള്ള എന്ത് സൗകര്യമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്. ഭക്തജനങ്ങൾക്ക് കൃത്യമായി വിരിവെച്ച് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. ഈ മാസപൂജ സമയത്ത് എങ്ങനെയാണോ സന്നിധാനം ക്രമീകരിക്കുന്നത് അത് മാത്രമാണ് മണ്ഡലകാല ഈ ഇത്രയും തിരക്ക് ഉണ്ടാകുന്ന സമയത്തും ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു മാറ്റവുമില്ല. മാസപൂജ സമയത്ത് എങ്ങനെയാണോ സന്നിധാനമുള്ളത് അതുപോലെ തന്നെ ഇത്രയും കോടി ഭക്തജനങ്ങൾ എത്തുന്ന ഈ സമയത്തും സന്നിധാനമുള്ളത് എന്നുള്ളത് പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഒരു ക്രമീകരണവും ഇവിടെ നടത്തിയിട്ടില്ല. ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ 1% പോലും ക്രമീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് നേരിട്ട് ഒരു ദൃക്സാക്ഷി എന്ന നിലയിൽ ഇവിടെ നിന്നും നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. മാസപൂജ സമയത്ത് എല്ലാ മാസവും ഞാനിവിടെ എത്തുന്നുണ്ടായിരുന്നു. ജനൻ TV സംഘം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ സമയവും ഇപ്പോൾ മണ്ഡലകാലത്തിന് വേണ്ടി നട തുറന്നിരിക്കുന്ന ഈ സമയം തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു മാറ്റവും ഇല്ല എന്ന് നേരിട്ട് കണ്ട ഒരാൾ നിലയിൽ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഗൗതം, ശ്യാമ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി പ്രതിസന്ധിയായൊക്കെ തന്നെ വരുന്നത്. എന്തായാലും മണ്ഡലകാലത്തിന്റെ തുടക്കമാണ്. ആ തുടക്കത്തിൽ തന്നെ വലിയ പരാതികൾ ഉണ്ടാകുന്നു. ഇനി പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുമെന്നുള്ള ഒരു മറുപടി മാത്രമാണ് അധികൃതർക്ക് ഇപ്പോഴും പറയാനുള്ളത്. ശ്യാമ, യെസ്, എന്തായാലും അത് തന്നെയാണ്. രാവിലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അത് തന്നെയാണ്. എവിടെ ഈ കോടികളൊക്കെ? ഈ പമ്പാ സംഗമത്തിൽ ആ പൊടി പൊടിച്ച കോടികൾ കൊണ്ട് ഭക്തർക്ക് എന്ത് ഗുണം കിട്ടി? ഇവിടെ ഈ നേർസാക്ഷ്യം അരുണും മിഥുനൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിച്ചു പോകുന്നത്, ഈ ശൗചാലയങ്ങൾ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം നടത്താൻ BJP സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നത്. അതിന് ഇവിടെ ഭയങ്കരമായ കളിയാക്കലാണ്. പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യം നോക്കൂ. അവിടെ എത്തുന്ന ആവശ്യം അല്ലെങ്കിൽ അവിടെ എത്തുന്ന കോടിക്കണക്കിന് ആളുകൾക്ക് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പോലും ഒന്ന് വിരിവെക്കാൻ ഒരു സ്ഥലമില്ല, അല്ലെങ്കിൽ ഒന്ന് മറ്റ് ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഒരു സ്ഥലമില്ല. ഇതൊന്നും ചെയ്യില്ല. പക്ഷേ നേരെ രാവിലെ എഴുന്നേറ്റ് വടക്കോട്ട് നോക്കി ഇങ്ങനെ വിമർശിക്കും. അതിൻ്റെ ഫലം കാണാനുണ്ട്. ഇപ്പോൾ ബീഹാറൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. പണിയെടുക്കുന്നവരൊക്കെ നല്ല രീതിയിൽ ശക്തമായി ജനങ്ങളുടെ ഹൃദയത്തിലേറിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അല്ലാത്തവർ 6ഉം 4ഉം 3ഉമായി അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്.